everyone and welcome back to my YouTube channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന എൻ്റെ ഒരു വർക്കിംഗ് മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതായത് ഒരു ഹോം അലോങ് ഡേ ഇൻ മൈ ലൈഫ്. മുകുന്ദ് ഒരു സ്റ്റാഫ് ടൂറായിട്ട് പോയേക്കുവാണ്. സോ ഫോർ ദ പാസ്റ്റ് 2 days ഞാൻ അലോൺ ആണ് വീട്ടിൽ. സോ ഐ തോട്ട് ഐ ക്യാൻ ഷൂട്ട് എ ഹോം അലോൺ മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പം രാവിലെ ഞങ്ങൾ കുറച്ച് നേരത്തെ എണീക്കാറുണ്ട്. വി യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഞങ്ങൾ നേരത്തെ എണീറ്റിട്ട് ഞങ്ങളുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വി യൂസ് ടു ഗോ ഫോർ എ വോക്ക്. ഇപ്പം മുകുന്ദില്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി എ ലേസി ഡേ ഇൻ മൈ ലൈഫ്. ഞാനൊരു 6:30 6:45 ആകുമ്പോഴത്തേക്കുമാണ് എണീക്കുന്നത്. തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ്, തട്ടിക്കൂട്ട് ലഞ്ച്, എവറിത്തിങ് ഇസ് തട്ടിക്കൂട്ട്. സോ ഐ തോട്ട് സിംപ്ലി ഐ ക്യാൻ ജസ്റ്റ് ഫിലിം ഇറ്റ് ഔട്ട് ആൻഡ് ഷോ യു ഗൈസ്. ഇതിപ്പോൾ ടൈം വന്നിട്ട് ഐ തിങ്ക് ഒരു 6:30 ആയി കാണും. 6:30 6:45 ആയി കാണും. നമ്മുടെ അവിടെ ഓൾമോസ്റ്റ് നല്ല ചൂടുള്ള ക്ലൈമറ്റാണ് കേട്ടോ. ചൂടുള്ള ക്ലൈമറ്റ് ഇൻ ദ സെൻസ് നമുക്കറിയാം ഓൾറെഡി ഇപ്പം എൻവയോൺമെൻറ്റിൽ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്. അതും കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒരു ഇമ്മിണി പൊടിക്ക് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് പുറത്തെ ലൈറ്റ് കണ്ടാൽ അറിയാം ഞാൻ എണീറ്റേക്കുന്നത് ഒട്ടും നേരത്തെയല്ല, പക്ഷേ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് രാവിലെ കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നും ഒരു ഞാനിപ്പം 9 തൊട്ട് 6 വരെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ലേറ്റായിട്ട് കിടന്നാലും എനിക്ക് രാവിലെ നേരത്തെ എണീക്കേണ്ട ഒരു അവസ്ഥയാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ മെല്ലെ രാവിലെ പയ്യൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ നല്ലൊരു സുഖമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ യൂസ് ടു ആയിട്ടോ. ഇതാണ് നമ്മുടെ റുട്ടീൻ. അപ്പം ഞാൻ രാവിലെ എണീറ്റു. ബെഡ് വൃത്തിയാക്കി വെക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഐ വാസ് ഫോഴ്സ് ടു ഡു ദാറ്റ്. ഞാൻ അത് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മോർണിംഗ് പരിപാടികളൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു റെൻറ്റഡ് ഹൗസാണേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുകുന്ദ് വർക്ക് ചെയ്യുന്ന കോളേജിൻ്റെ അടുത്തായിട്ട് എടുത്തേക്കുന്ന ഒരു റെൻറ്റഡ് ഹൗസാണ്. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. സോ വി ഡോണ്ട് ഹാവ് ആൻ അറ്റാച്ച്ഡ് ബാത്റൂം. മുകളിൽ ഇങ്ങനെ ഒരു കോമൺ ബാത്റൂമാണുള്ളത്. അപ്പം ഞാൻ രാവിലത്തെ പരിപാടികൾ പ്രഭാതകർമ്മങ്ങളെല്ലാം നിർവഹിച്ച് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കിച്ചണിലേക്ക് പോവുക. എന്താണോ ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ ലൈറ്റായിട്ട്. രാവിലെ എനിക്ക് ഭയങ്കര ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇഷ്ടമല്ല. ബിക്കോസ് ഞാൻ ഒരു 9 10 11 12 1 2 3 4 5 6 ഒരു 7 to 8 hours ഇരുന്ന് അങ്ങനെ ഇരിക്കലാണ്. സോ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് രാവിലെ ഞാൻ ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഡൈജസ്റ്റ് ആവാണ്ട് കിടക്കുന്ന പോലെ. ബിക്കോസ് ഞാൻ ചെറിയൊരു മൂവ്മെൻറ്റ് പോലും ഡ്യൂറിങ് വർക്ക് ചെയ്യാറില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബേസിക്കായിട്ടൊരു സ്കിൻ കെയർ ചെയ്തു. ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു, ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തു. മോയ്സ്ചറൈസർ ആസ് ഓൾവേസ് പോൺസിൻ്റെ ആണ്. ആൻഡ് ദിസ് ലിപ് ബാം ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഇത് പെപ്റ്റൈഡ് ഉള്ളൊരു ലിപ് ബാമാണ്. ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് കോൾ ഹൈഫൻ. ഇത് നമ്മുടെ കൃതി സനൻ്റെ ബ്രാൻഡാണ് കേട്ടോ. ഐ തിങ്ക് ആ ഒരു ലിപ് ബാം നല്ലതാണ്. നല്ല മധുരമാണ് കേട്ടോ. നമ്മളിങ്ങനെ നക്കി നക്കി തിന്നാൻ വേണ്ടി തോന്നും. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ബൈ ദ ബൈ എൻ്റെ ഷൂസ് കണ്ടു ഗൈസ്. ദാറ്റ് ഈസ് മൈ പൂക്കി ഷൂസ് ഫ്രം മീഷോ. അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഇൻഡോർ ഷൂസാണ്. നല്ല കംഫർട്ടബിളാണ്. വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അടുക്കളയിലേക്ക് കയറാം. അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പാത്രങ്ങൾ അവിടെ കഴുകി കമുത്തി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ യൂഷ്വലി രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകി അങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടി വെക്കും കേട്ടോ. അതപ്പം തുടച്ച് വെക്കൽ ഒന്നാമതൊരു ടാസ്ക്കാണ്. രണ്ടാമത് ഞങ്ങൾക്ക് മടിയാണ്. മൂന്നാമത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. എന്നിട്ട് അതെടുത്ത് വെക്കേണ്ട സ്ഥാനത്ത് അതേപോലെ നമ്മൾ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ ബെഡ് കോഫി ബെഡ് ടീ ഒന്നും കുടിക്കാറില്ല. അതിന് പകരം ഐ ടേക്ക് ലെമൺ ജ്യൂസ്. ഒരു ഹാഫ് ലെമൺ ഞാൻ സ്ക്വീസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഹണി ഇട്ട് ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുന്നവരെ വെച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ കുടിക്കാറ്. അതുകൊണ്ട് ഐ തിങ്ക് മെറ്റബോളിസം കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എൻ്റെ അമ്മയൊക്കെ പറയൽ അതുകൊണ്ട് വയറ് കുറയാൻ നല്ലതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു നല്ല ഹണിയൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഹണിയൊക്കെ കണക്കാണ്. ഇറ്റ്സ് മോർ ഓഫ് ദാറ്റ് ജാഗറി മിക്സാണ് വരുന്നത്. സോ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. ലഞ്ചിന് പിന്നെ ഒരേ ഒരു ഓപ്ഷനാണ് ഇന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. അത് നമുക്ക് ബ്രെഡ് ആൻഡ് ജാമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ബ്രെഡ് ആൻഡ് ജാം. അതും മതി. അതാകുമ്പോൾ പിന്നെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുക്ക് ചെയ്ത് മലമറിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് മോർണിംഗത്തേക്ക് ഞാൻ നോക്കിയപ്പം
നേന്ത്രപ്പഴമുണ്ട്. സോ ഐ തോട്ട് നേന്ത്രപ്പഴം മറ്റേ നെയ്യിൽ വാട്ടിയത് എനിക്കിഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. എനിക്കറിയത്തില്ല അത് കഴിക്കുന്നത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ ലവ് ഇറ്റ് ടേസ്റ്റ്. അടിപൊളി നല്ല ടേസ്റ്റാണ്. അപ്പം ഒരു 2 പഴമുണ്ട് നമുക്ക്. അപ്പോൾ ഒന്ന് മോർ ദാൻ ഇനഫ്. നമുക്കിപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് അത് നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി ആയിരിക്കും, സിമ്പിളാണ്. അതായത് ഒരു ബനാന എടുക്കുക, അത് നന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ്, നമ്മുടെ ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് നെയ്യ് ഇട്ടിട്ട് ഇത് നല്ലോണം 2 സൈഡും ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ആക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇടുക, പിഞ്ച് ഓഫ് ഷുഗർ, ആൻഡ് ദാറ്റ് ടേസ്റ്റ് ഹെവൻലി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല 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 ഭയങ്കര അത് ആ ഒരു പഴം നെയ്യിലിട്ട് വഴന്ന് കഴിയുമ്പോൾ അത് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പരിപാടി എന്തൊക്കെയാ പാത്രങ്ങളുള്ളതെന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ബിക്കോസ് പിന്നെ അത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ കഴുകണം. അതുകൊണ്ട് അപ്പം ആ പരിപാടി അങ്ങോട്ട് തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അതുകൊണ്ട് പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം കഴുകി അവിടേക്കങ്ങ് എടുത്തു വെക്കും. അത് എന്നിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ പിന്നെയും തിരിച്ചെടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഗുഡ് ലൈഫിൻ്റെ പാലാണ് കേട്ടോ. നല്ല പാലാണ്. ആദ്യം നമ്മൾ മിൽമേൻ്റെ മറ്റേ ആ ബ്ലൂ പാലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാൻ ഒരു മൂഡുണ്ടാവില്ല. അല്ലെങ്കിൽ ചില ദിവസം ഞങ്ങൾ മനഃപൂർവ്വം വേണ്ടാന്ന് വെക്കും. അപ്പോൾ എന്താ കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തോ പാലൊരു സുഖമായിട്ട് തോന്നിയില്ല. അപ്പോഴാണ് ഇതും മിൽമേൻ്റെ തന്നെയല്ലേ അത് തോന്നുന്നു കേട്ടോ, ആണ് ഗുഡ് ലൈഫിലേക്ക് മാറിയത്. ഗുഡ് ലൈഫ് ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് അടിപൊളിയാണ്. എനിക്കൊന്നത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം പൊട്ടിക്കാണ്ട് ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചതാണെങ്കിലും അതിന് പ്രശ്നമൊന്നും പറ്റത്തില്ല. ആൻഡ് നല്ല ടേസ്റ്റാണ്. ആൻഡ് എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ഹെൽത്ത് വൈസ് ആണെങ്കിലും കുറച്ചുകൂടെ നല്ലത് ഇതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ആ ഒരു പാല് വെച്ച് നല്ലൊരു സ്ട്രോങ് കോഫി നമുക്ക് കുടിക്കാം. അടിപൊളി കോഫിയും നെയ്യിൽ വാട്ടിയ ബനാനയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വന്നിട്ട് നമ്മുടെ ലഞ്ച് വന്നിട്ട് ബ്രെഡ് ആൻഡ് ജാമാണ് കേട്ടോ. നമ്മൾ യൂഷ്വലി വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. വീറ്റ് ബ്രെഡാണ് കുറച്ചുകൂടെ നല്ലത്. എനിക്കെന്തോ ആ വൈറ്റ് ബ്രെഡിനേക്കാളും വീറ്റ് ബ്രെഡിൻ്റെയാണ് ടേസ്റ്റും ഇഷ്ടം കേട്ടോ. ഇതിലും കുറച്ചുകൂടെ എനിക്കിഷ്ടമാണ് മറ്റേ മൾട്ടി ഗ്രെയിൻ ഉള്ള ബ്രെഡ് ഉണ്ട്. അതിൽ കുറച്ച് ഗ്രെയിൻസൊക്കെ ആയിട്ട് അത് അടിപൊളി ടേസ്റ്റ്. അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബ്രെഡും ജാമും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറിക്കാൻ തോന്നാറുണ്ട്, എന്തെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത് ചിക്കു ആണ് കേട്ടോ. ഒരു 2 ചിക്കു അല്ലെങ്കിൽ ഒരു 3 ചിക്കു ചോപ്പ് ചെയ്തിട്ട് അതങ്ങനെ ഒരു ബോക്സിലിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ അതെടുത്ത് കഴിക്കും. അത് കുറച്ചുകൂടെ നല്ലതാണ്. ബിക്കോസ് ഉച്ചക്കത്തേക്ക് ഭയങ്കര ഹെവി ആയിട്ട് ചോറൊന്നും കൊണ്ടുപോകാതിരിക്കുമ്പം എന്തായാലും നമുക്ക് വിശക്കും. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ആ ഒരു പഴവും കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും മിക്സ് ചെയ്തു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ആരെയും കാത്തിരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ സ്ലാബ് ഫുള്ളായിട്ട് ഞാനൊന്ന് വൃത്തിയാക്കും കേട്ടോ. എനിക്ക് അടുക്കള കുറച്ച് ഒരു വൃത്തിയിലിരിക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ കയറാനും പണിയെടുക്കാനും ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ രാവിലത്തെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് പോരാം കേട്ടോ. പോരുന്ന വഴിക്ക് എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം കിട്ടി. നമ്മുടെ കിക്കാറ്റാണ്. അത് ഗൾഫ് കിക്കാറ്റാണ് കേട്ടോ. അതിന് ടേസ്റ്റ് കൂടുതലാണ്. ഇത് നമുക്ക് നേരെ മുകളിൽ പോവാം. നമുക്ക് കുളിക്കണം, ഡ്രസ്സ് മാറണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ മുകളിൽ യൂസ് ചെയ്യാത്തൊരു റൂമാണ് കേട്ടോ. ഇവിടെ നമ്മൾ യൂഷ്വലി നമ്മുടെ തലേന്ന് തന്നെ നമ്മൾ പിറ്റേ ദിവസത്തെ ക്ലോത്ത്സ് ഒക്കെ റെഡിയാക്കി വെക്കും. അവിടെയാണ് നമ്മുടെ ഷെൽഫ്സ് ഒക്കെ വെച്ചേക്കുന്നത്. നമ്മളൊരു ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് പോലെ. അപ്പം നമ്മുടെ ഡ്രസ്സ് ഇന്ന് ഞാനൊരു പലാസോ പാൻറ്റും ഒരു ബ്ലൂ ഷർട്ടുമാണ്. ഇതാണ് കേട്ടോ ഇന്നത്തെ OOTD ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അത് കഴിഞ്ഞിട്ട് ഒരു ക്യുക്കായിട്ട് നമുക്കൊരു സിമ്പിൾ എവറിഡേ മേക്കപ്പ് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഈ ഒരു ഇവിൾ ഐ പെൻഡൻ്റ് ഇല്ല, ഇത് നമ്മുടെ തന്നെ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. അടിപൊളിയാണേ. ഇത് ഞാൻ കുറേ കാലമൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്തതാണ്. കളർ പോകത്തില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ആൻറ്റി ടാർണിഷാണ്. നല്ല നല്ല ഭംഗിയുള്ള പെൻഡൻസ് ഒക്കെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി നോക്കൂ കേട്ടോ. നല്ല
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാടുണ്ട്. സിമ്പിൾ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള വെസ്റ്റേൺ ജ്വല്ലറീസ് ഉണ്ട് കേട്ടോ. ഇയറിങ്സും ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഈ ഇട്ടേക്കുന്ന ഈ ഒരു ഹൂപ്പ് ഇയറിങ്ങും നമ്മുടെ തന്നെ ബ്രാൻഡിൽ നിന്നാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് DM ചെയ്താൽ മതി. എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കാണിക്കാൻ പറഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയത്. നമ്മൾ തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ വിരിച്ചു. അടുത്ത് നമ്മളിതാ പാക്ക് ചെയ്യുന്നു ബാഗ്. ഈ ഒരു ബാക്ക് പാക്ക് കൊണ്ടാണ് കേട്ടോ ഞാൻ പോകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ബാക്ക് പാക്ക് ചെയ്തു. അതിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നു. ഒന്നും മറന്നിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പെർഫ്യൂം. ഇത് മൊണാക്കിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ. നല്ലോണം അങ്ങോട്ട് അടിച്ചു കയറ്റുക. നല്ലോണം അങ്ങോട്ട് ദൂരത്ത് 1 മീറ്റർ അപ്പുറത്താണെങ്കിലും മണം അടിക്കണം. അപ്പോൾ പെർഫ്യൂമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പോവാം. ബാഗും തോളയിലേന്തി ഞാൻ പോകുന്നു. അപ്പം വേറെ ഒന്നുമില്ല, പരിപാടികളൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. താഴ്ന്ന് നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗത്തെ പരിപാടികൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു കുട്ടി കിറ്റിലാണ് ഞാൻ ലഞ്ച് ബോക്സ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു കിറ്റാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഇത് റേറ്റ് കുറവാണ്, പക്ഷെ നല്ല മെറ്റീരിയലാണ്. സൂപ്പർബായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വാച്ച് എടുത്ത് കിട്ടുന്നു. ആ ഒരു പെൻക്വിൻ കീ ചെയിനുള്ളതാണ് കേട്ടോ എൻ്റെ വണ്ടീൻ്റെ കീ ചെയിൻ. എനിക്കത് ഞാൻ RNBന്ന് വാങ്ങിയതാണ്. എനിക്കത് ഓഫറിന് കിട്ടിയതാണ്. ഒരു സോഫ്റ്റ് ടോയ് കീ ചെയിൻ, അടിപൊളി, നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട് പൂട്ടണം. വീട് പൂട്ടുന്നത് ഒരു മസ്റ്റ് ആണല്ലോ. വീട് പൂട്ടി നമുക്ക് ഇറങ്ങാം. നമ്മുടെ വണ്ടി അപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബാഗും കിതാബും എല്ലാം അവിടെ വെച്ചിട്ട് വണ്ടി എടുത്തിട്ട് വരാം. പകുതി എത്തിയപ്പോഴേ ഞാൻ ഓർത്ത അന്ന് ആ ബാഗ് കൊണ്ട് വെച്ചിട്ട് മതിയല്ലോ, എല്ലാം കൂടി ചുമന്നുകൊണ്ട് വരണ്ടല്ലോ. എന്തേ വരുന്നു ഞാൻ സാധനം തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. സാധനം തിരിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഉരുട്ടിക്കൊണ്ട് വരണം. വണ്ടി ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വണ്ടിയുമേ കയറ്റണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെൽമെറ്റ് എടുത്ത് വെക്കണം, പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ യൂഷ്വലി ഒരു മൺഡേ ടു സാറ്റർഡേത്തെ മോർണിംഗ് റൂട്ടീൻ വരുന്നത്. ഇതിൽ കുറച്ച് മാറും എന്നല്ലാണ്ട് സാധനങ്ങളെല്ലാം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഈവനിങ് റുട്ടീൻ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. വലിയ സംഭവമായിട്ടൊന്നുമില്ല, ചെറിയ തട്ടിക്കൂട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസമൊക്കെ അങ്ങനെ പോകും, അത്ര മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ജ്വല്ലറി സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും കൂടെ ഒന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണും വരേക്കും ടാറ്റാ ബൈ.